രാവിലെ മലരിക്കൽ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. തിരുവല്ലയിൽ നിന്നാണ് പോകുന്നത്. നല്ല മഴയാണ്. അവിടെ പോകുമ്പോൾ എന്താ അവസ്ഥയെന്ന് ഒരു പിടുത്തമില്ല. കൊടും മഴയെന്ന് വെച്ചാൽ റോഡ് കാണാൻ പറ്റുന്ന മഴയാണ് കേട്ടോ. അതുപോലെയാണ് മഴ. എന്തായാലും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണം. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററാണ് കേട്ടോ തിരുവല്ലയിൽ നിന്ന് മലരിക്കൽ വരെ. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് മലരിക്കൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 650 ഏക്കറിലാണ് അമ്പലം നിൽക്കുന്നതെന്നാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നാരായണ ഗുരുദേവ ക്ഷേത്രമുണ്ട്. നമ്മളവിടെ നിന്ന് വരുന്ന വഴിക്ക് 2 പോയിൻ്റ് ഉണ്ട്. നമ്മളവിടെ നിന്ന് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഈ ഒരു പോയിന്റിലാണ് കേട്ടോ. ഇവിടെയാണ് കുറച്ചും കൂടെ കൂടുതൽ വള്ളങ്ങളുള്ളത് ഇവിടാണെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വരുന്ന വള്ളത്തിലാണ് കൊച്ചുമോനെന്ന് പറഞ്ഞ പുള്ളിയോട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റീൽസ് കണ്ടിട്ട് വിളിച്ചതാണ് കേട്ടോ. ആ വള്ളത്തിലാണ് പോകുന്നത്. നമ്മൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം കുറച്ച് മഴക്കാറായിട്ട് നിൽക്കുന്നുണ്ട്, എന്നാലും മഴയില്ല കേട്ടോ. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ടും കുടയൊക്കെ പിടിച്ച് ഒത്തിരി പേര് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിൽ കയറി നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് നടുക്ക് കൂടെ 2 സൈഡും ആമ്പലാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടോ. 2 സൈഡിൽ കൂടെ ബോട്ടുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 3/4 മണിക്കൂറോളമൊക്കെ വന്നിട്ടാണ് നമ്മൾ ഇതിൽ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെയാണ് കേട്ടോ. അതിന് അവരെ ചാർജ് ചെയ്യുന്ന 1000 രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും പിള്ളേർ നല്ല സന്തോഷമാണ്. പിന്നെ അതുപോലെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേ ആണ് കേട്ടോ. ഓഗസ്റ്റ് 15 ശരിക്കും ഇപ്പോൾ വന്നിട്ട് നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ശരിക്കും ഈ ഒരു ക്ലൈമറ്റ് പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വന്ന സമയത്ത് മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു. അത് കാരണം ആമ്പലുകൾ കുറച്ച് കൂമ്പി പോയിട്ടുണ്ട് കേട്ടോ. സംഭവം നേരെ നല്ല മഴ കാരണം അത് കുറേ പൂക്കൾ കൂമ്പി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകണം കേട്ടോ. ബോട്ടിൽ ഏകദേശം അകത്തോട്ട് പോകുന്നത് നല്ല കാഴ്ചയാണ് കേട്ടോ. അതുപോലെ തന്നെ ഡ്രോണൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ ഇവർ തന്നെ ഡ്രോണൊക്കെ അറേഞ്ച് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അകത്തോട്ട് പോകുന്തോറും നല്ല ഭംഗിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ കൊച്ചുമോൻ ചേട്ടൻ കേട്ടോ. ചേട്ടൻ്റെ നമ്പർ ഞാൻ എന്തായാലും വീഡിയോ ഐഡി കൊടുത്തേക്കാം. നിങ്ങൾ വരുമ്പോൾ പുള്ളി വിളിച്ചാൽ മതി. നമ്മൾ അകത്തൊക്കെ ഒത്തിരി സ്ഥലത്ത് കൊണ്ടുപോയി കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ കുറച്ചും കൂടെ അകത്തോട്ട്, അവിടെ അങ്ങോട്ട് എല്ലാവരും പോകുന്നില്ല. അപ്പോൾ പുള്ളി നമ്മളവിടെ കൊണ്ടുപോയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ വീഡിയോ ഐഡിയിൽ പുള്ളിയുടെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ വരുവാണെങ്കിൽ പുള്ളി വിളിച്ചാൽ നമ്മൾ പുള്ളി ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരു ദേവീക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയ വീട്ടിൽ ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ലൊരു ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. നല്ല ഫോട്ടോസ് കിട്ടും കേട്ടോ. നമ്മളെ മേഘവും ക്ഷേത്രവും എല്ലാം കൂടെ കാണാൻ നല്ലൊരു കാഴ്ച തന്നെയാണ്. നമ്മളിവിടുന്ന് നേരെ പിന്നെ അകത്തോട്ട് പോകാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മഴയില്ലാത്തത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അത് ശരിക്കും നമ്മൾ വന്ന സമയത്ത് മഴയെന്ന് പറഞ്ഞാൽ അതുപോലെ മഴയായിരുന്നു. ഇപ്പം മഴയൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെയൊക്കെ ഡ്രോണൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല വ്യൂവിലൊക്കെ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ തന്നെയാണ് കേട്ടോ. പിന്നെ ശരിക്കും വയലാണ്. ഈ ആമ്പലിൻ്റെ സീസൺ കഴിയുമ്പോൾ ഇവരോട് കൃഷി ഇറക്കും. പിന്നെ കൃഷിയുടെ വിളവെടുപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ആമ്പൽ പൂക്കുന്ന ഒരു 3 മാസമാണ് കേട്ടോ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു ടൈമിലാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ആ ഒരു സമയത്ത് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ലൈഫിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ മലരിക്കൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വർഷം നമുക്ക് സൂര്യകാന്തിയും കാണാൻ പോകാൻ പറ്റി. അതുപോലെ നമ്മൾ മലരിക്കലും വന്നു. അതിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ രാവിലെ 6 മണിയാകുമ്പോൾ ബോട്ടിങ് തുടങ്ങും കേട്ടോ. 6 മണി തൊട്ട് നമ്മളൊരു 10 മണിക്കൊക്കെ വരണം. അത് കഴിയുമ്പോൾ പിന്നെ ഈ ആമ്പൽ ഇങ്ങനെ കൊമ്പി പോകും കേട്ടോ. പിന്നെ ഇത് വിടരുന്നത് വൈകിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും ഒരു 10 മണിക്ക് മുന്നേ ഒരു 8 മണിക്കൊക്കെ എത്തണം കേട്ടോ. 8 മണിക്ക് എത്തുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് കോട്ടയത്തു നിന്ന് ഏകദേശം മലരിക്കൽ വരാനായിട്ട് 8 കിലോമീറ്ററാണ് കേട്ടോ. കുമരകം റൂട്ടിലാണ് നമ്മുടെ മലരിക്കൽ വരുന്നത്. തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആമ്പലൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. സീസൺ തുടങ്ങിയ മെയ് തൊട്ട് തുടങ്ങി. മെയ് ഒരു അവസാനത്തോട് കൂടി തുടങ്ങി. ഇപ്പം ഇനിയിപ്പോൾ ഓണം വരെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്ക് കൃഷി ഇറക്കും. അതാണ് ആമ്പൽ കഴിഞ്ഞിട്ട് കൃഷി ഇറക്കുമല്ലോ. അതെ, നെൽകൃഷിയാണ് നമുക്കുള്ളത്. പിന്നെ നമ്മുടെയൊക്കെ വരുമാനമാണ് ഇത്. ആമ്പൽ പൂവിന് 30 രൂപ. പിന്നെ ആമ്പലിൻ്റെ തൈയുണ്ട്, അതിന് 50 രൂപ. അത് ഇച്ചിരി വലിയ തൈ ആയതുകൊണ്ട് 50. പിന്നെ ചെറുതാണെങ്കിൽ അതിന് കുറഞ്ഞ റേറ്റ് കിട്ടും കേട്ടോ. ബോട്ടിംഗ് എത്ര മണി തൊട്ട് തുടങ്ങും? ബോട്ടിങ് രാവിലെ 6 മണി തൊട്ട് 6 മണി തൊട്ട് അങ്ങ് തുടങ്ങും. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കൂമ്പി വരും. അതിനുശേഷം പിന്നെ ബോട്ടിങ് മാത്രമാണെങ്കിൽ അങ്ങനെയും പോകാം. താല്പര്യം വൈകുന്നേരം വരെയും പോകുന്നവരുണ്ട്. ഇതിങ്ങനെ ബോട്ടിംഗ് ഉണ്ട്. എപ്പം വേണേലും പോകാം. ആളുകൾ ഇവിടെ ഉണ്ട്.